96ാമത്തെ പേജിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഓരോ സൈഡ് വെച്ച് തന്നിട്ടുണ്ട് അല്ലേ, അല്ലെങ്കിൽ സമഭുജ ത്രികോണം. സമഭുജ ത്രികോണത്തിന്റെ ഓരോ സൈഡ് തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കുക. ഇപ്പൊ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാലോ. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആ ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു √3a² ഡിവൈഡ് ബൈ 4 അല്ലേ. ഇതാണ് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. √3a² ഡിവൈഡ് ബൈ 4. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സൈഡ് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 10 സെന്റിമീറ്റർ അല്ലേ. 10 സെന്റിമീറ്റർ സൈഡാണ്. അങ്ങനെയാണെങ്കിൽ ഏരിയയോ? ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതാണ് ഇക്വേഷൻ, √3a². സൈഡ് 10 സെന്റിമീറ്റർ അല്ലേ. അപ്പോൾ a² എന്ന് പറയുമ്പോൾ 10ന്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ ഇൻറ്റു 10ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു 10ന്റെ സ്ക്വയർ എത്രയാണ്? 100 അല്ലേ. 100 ഡിവൈഡഡ് ബൈ 4. ദെൻ 4ഉം 100ഉം കൂടി ക്യാൻസൽ ആക്കാലോ. 25 കിട്ടും അല്ലേ. 25 ദാറ്റ് ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു 25 എത്രയാണ്? 25 √3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 25 √3. സൈഡ് സെന്റിമീറ്ററിലായിരുന്നു, അതുകൊണ്ട് 25 √3 സെന്റിമീറ്റർ സ്ക്വയർ നമുക്ക് കിട്ടും. ഇവിടെ വേണമെങ്കിൽ √3യുടെ വാല്യൂ നമുക്ക് കൊടുക്കാം. ഇനി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. 25 √3 സെന്റിമീറ്റർ എന്ന് എഴുതിയാൽ മതി. അടുത്തത് രണ്ടാമത്തത്, അതിന്റെ സൈഡ് എത്രയാണ്? സൈഡ് 5 സെന്റിമീറ്റർ എന്നല്ല തന്നിരിക്കുന്നത്, 5 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇനി ഏരിയ കണ്ടുപിടിക്കണം. സോ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്. ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു √3a² ഡിവൈഡ് ബൈ 4 എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. √3 ഇൻറ്റു a എത്രയാണ്? 5 സെന്റിമീറ്റർ അല്ലേ. സോ 5ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു 5ന്റെ സ്ക്വയർ എത്രയാ? 25 അല്ലേ. 25 ഡിവൈഡ് ബൈ 4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 25 √3 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും അല്ലേ. 25 √3 ഡിവൈഡ് ബൈ 4 സെന്റിമീറ്റർ സ്ക്വയർ. അടുത്തത് ലാസ്റ്റത്തെ മൂന്നാമത്തത്, സൈഡ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? √3 സെന്റിമീറ്റർ അല്ലേ. സൈഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു √3 സെന്റിമീറ്റർ. ഇതേപോലെ തന്നെ ചെയ്തേ. ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു √3a² ഡിവൈഡ് ബൈ 4 ആണ് ഇക്വേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു a², അതായത് √3യുടെ സ്ക്വയർ അല്ലേ. √3യുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു √3യുടെ സ്ക്വയർ, അതായത് സ്ക്വയറും റൂട്ടും കൂടി ക്യാൻസൽ ആയി പോകും അല്ലേ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. 3 ഡിവൈഡ് ബൈ 4 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 √3 ഡിവൈഡ് ബൈ 4 എന്ന് കിട്ടും അല്ലേ. സെന്റിമീറ്റർ സ്ക്വയർ. 3 √3 ബൈ 4 സെന്റിമീറ്റർ സ്ക്വയർ. 96ാമത്തെ പേജിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്കൊരു റെഗുലർ ഹെക്സഗൺ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സമഷഡ്ഭുജം. അതിന്റെ ഒരു സൈഡ് എത്ര സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്? 6 സെന്റിമീറ്റർ അല്ലേ. അപ്പോൾ ഒരു സൈഡ് 6 സെന്റിമീറ്റർ ആണ്. ഇനി നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു റെഗുലർ ഹെക്സഗണിനെ 6 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ഈ റെഗുലർ ഹെക്സഗണിനെ 6 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് നിന്ന് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പോവുക. അപ്പോൾ ഏരിയ ഓഫ് 1 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ? √3a² ഡിവൈഡ് ബൈ 4 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് എത്രയാണ്? 6 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഹെക്സഗണിന്റെ സൈഡ് തന്നെയാണ് ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെയും സൈഡ്. അതുകൊണ്ട് ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് 6 സെന്റിമീറ്റർ ആണ്. അതായത് √3 ഇൻറ്റു 6ന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 6ന്റെ സ്ക്വയർ എത്രയാ? 36 അല്ലേ. അതായത് √3 ഇൻറ്റു 36 ഡിവൈഡ് ബൈ 4. ദെൻ 4ഉം 36ഉം കൂടി ക്യാൻസൽ ആയി പോവല്ലോ. എത്രയാണ്? 36ൽ 4 9 ടൈംസ് ഉണ്ട് അല്ലേ. സോ 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 9 √3 എന്ന ആൻസർ കിട്ടും. 9 √3 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ എത്രയെന്ന് കിട്ടി? 9 √3 സെന്റിമീറ്റർ സ്ക്വയറിന് കിട്ടി അല്ലേ. അങ്ങനെയാണെങ്കിൽ 6 ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് ചേരുന്നതല്ലേ ഈ വലിയ ഹെക്സഗൺ. അപ്പോൾ ഹെക്സഗണിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഏരിയ ഓഫ് ഹെക്സഗൺ. ഹെക്സഗണിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇക്വലാറ്ററൽ ട്രയാങ്കിൾസിന്റെ ഏരിയനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അതായത് 6 ഇൻറ്റു ഏരിയ ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാണ്? 9 √3 സെന്റിമീറ്റർ സ്ക്വയർ അല്ലേ. സോ 6 ഇൻറ്റു 9 √3 സെന്റിമീറ്റർ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 9 54 അല്ലേ. 54 √3 സെന്റിമീറ്റർ സ്ക്വയർ.
അപ്പോൾ ഹെക്സാഗണിന്റെ ഏരിയ എത്രയായിട്ട് കിട്ടി? 54√3 സെന്റിമീറ്റർ സ്ക്വയർ ആയിട്ട് കിട്ടി. 96ാമത്തെ പേജിലെ 3ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിരിക്കുന്നത്? ഒരു ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് അല്ലെ, അല്ലെങ്കിൽ ഒരു സമഭുജ ത്രികോണത്തിന്റെ ഉയരം തന്നിട്ടുണ്ട്. എത്ര സെന്റിമീറ്റർ ആണ്? 12 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് തന്നിരിക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടത്? പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിക്കണം അല്ലെ. പെരിമീറ്റർ എന്ന് വെച്ചാൽ എന്താ? ചുറ്റളവ്. ഏരിയയോ? പരപ്പളവ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ പെരിമീറ്ററും കണ്ടുപിടിക്കണം, ഏരിയയും കണ്ടുപിടിക്കണം. അപ്പോൾ തന്നിരിക്കുന്ന കാര്യം നമുക്ക് എടുത്ത് എഴുതാം. എന്താ തന്നിരിക്കുന്നത്? ഹൈറ്റ് ആണല്ലോ തന്നിരിക്കുന്നത്. അതായത് ഹൈറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. 12 സെന്റിമീറ്റർ. ഇനി ഒരു ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാലോ. ഏതായിരുന്നു ആ ഇക്വേഷൻ? ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ √3a/2 ആണ് അല്ലെ. √3a/2 ആണ് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഹൈറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ ഹൈറ്റിന്റെ സ്ഥാനത്ത് ഞാൻ ആ ഇക്വേഷൻ എഴുതി. ആ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നതല്ലേ ഹൈറ്റ്, അതായത് 12 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. അതായത് √3a/2 ചെയ്തപ്പോൾ കിട്ടിയതാണ് 12 സെന്റിമീറ്റർ. അപ്പോൾ ഞാനത് ഒരു ഇക്വേഷൻ രൂപത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇതിനകത്തൊന്ന് എ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിക്കേ. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ സൈഡ് അല്ലേ. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആദ്യം ഈ 2 ഞാൻ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ √3a അവിടെ തന്നെയുണ്ട്, ഈക്വൽ ടു 12 ഈ സൈഡിലും ഉണ്ട് അല്ലെ. റൈറ്റ് സൈഡിൽ 12 ഉണ്ട്. ഈ 2 ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? ഇവിടെ ഡിവിഷൻ ആയിരുന്നു, അതുകൊണ്ട് ഇവിടെ കൊണ്ടുവരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും അല്ലെ. സോ ഇൻറ്റു 2 ആയിട്ട് കിട്ടും. അതായത് √3a ദാറ്റ് ഈസ് ഈക്വൽ ടു 24 എന്ന് കിട്ടും. ഇനി ഇതിനകത്തുനിന്ന് എ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിക്കേ. എ മാത്രമായിട്ട് എടുക്കുക, √3 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക അല്ലെ. അതായത് എ ദാറ്റ് ഈസ് ഈക്വൽ ടു 24/√3 എന്ന് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇവിടെ √3 ഡിനോമിനേറ്ററിലായി പോയി അല്ലെ. അങ്ങനെ റൂട്ട് ഡിനോമിനേറ്ററിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് അവിടുന്ന് മാറ്റണം അല്ലെ. അതായത് എങ്ങനെ മാറ്റുന്നത് നമ്മൾ പഠിച്ചത്? √3 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും √3 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറി കിട്ടും. അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. ഇൻറ്റു √3 ചെയ്യണം, ഇവിടെയും ഇൻറ്റു √3 ചെയ്യണം അല്ലെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 24 × √3 24√3 എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ √3 × √3 3 എന്ന് കിട്ടും അല്ലെ. √3 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 3 ആണ്. ഇനി ഇവിടെ 3ഉം 24ഉം ക്യാൻസൽ ആകത്തില്ലേ? 24ൽ എത്ര പ്രാവശ്യം 3 ഉണ്ട്? 8 ടൈംസ് അല്ലെ. 8 ടൈംസ് ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 8√3 എന്ന് കിട്ടും. അതായത് ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് എത്രയായിട്ട് നമുക്ക് കിട്ടി? 8√3 സെന്റിമീറ്റർ ആയിട്ട് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പെരിമീറ്റർ കണ്ടുപിടിക്കണം അല്ലെ. പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ്. ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സൈഡ് എത്രയും നീട്ടിയിട്ടുണ്ട്? 8√3 നീട്ടിയിട്ടുണ്ട് അല്ലെ. സൈഡിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അതായത് 3 × 8√3 ചെയ്താൽ മതി അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 8 എത്രയാണ്? 24 അല്ലെ. 24√3 സെന്റിമീറ്റർ. 24√3 സെന്റിമീറ്റർ. അടുത്തത് ഇനി ഏരിയ കണ്ടുപിടിക്കണം അല്ലെ. ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ? √3a² / 4 ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു സൈഡ് ഏതാണ്? സൈഡ് 8√3 അല്ലേ. അതായത് 8√3 സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു 8√3 സ്ക്വയർ. അതായത് 8ന്റെ സ്ക്വയർ എടുക്കണം, √3 സ്ക്വയർ എടുക്കണം അല്ലെ. 8ന്റെ സ്ക്വയർ 8 × 8 64. 64 ഇൻറ്റു √3 സ്ക്വയർ എത്രയാണ്? √3 × √3 3 അല്ലെ. 3 ഡിവൈഡഡ് ബൈ 4. ദെൻ 4ഉം 64ഉം ക്യാൻസൽ ആയി പോകല്ലേ. 64നകത്ത് എത്ര പ്രാവശ്യം 4 ഉണ്ട്? 64 ഡിവൈഡഡ് ബൈ 4 എത്ര പ്രാവശ്യം ഉണ്ട്? 1. അപ്പൊ 4 ശിഷ്ടം 2 അല്ലെ. ദെൻ 4 24 6 പ്രാവശ്യം അല്ലെ. 6 4 24 0. അതായത് 64ൽ 16 പ്രാവശ്യം ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? √3 ഇൻറ്റു 16 ഇൻറ്റു 3 എന്ന് കിട്ടും അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 16 × 3 എത്രയാ? 16 ഇൻറ്റു 3 3 18 ശിഷ്ടം 1 1 3 3 3 1 4 അല്ലെ. 48 എന്ന് കിട്ടും. അതായത് നമുക്ക് എന്ത് കിട്ടും? 48√3 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും അല്ലെ. ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എത്രയായിട്ട് കിട്ടും? 48√3 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ നമ്മൾ ഹൈറ്റിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനുശേഷം ആദ്യം സൈഡ് കണ്ടുപിടിച്ചു.
സൈഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ പെരിമീറ്റർ ഏരിയയും കണ്ടുപിടിക്കാൻ ഈസിയാണ്. അങ്ങനെ പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിച്ചു.